Hello friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ മലബാർ സൈഡിലൊക്കെ തയ്യാറാക്കുന്ന രീതിയിലുള്ള കടലയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി കൂട്ടുകറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മിക്കവാറും എല്ലാവർക്കും കൂട്ടുകറി നല്ല ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ സ്വാദിഷ്ടമായ കൂട്ടുകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് 350 ഗ്രാമോളം ചേന ഇതേപോലെ ചെറു ചതുര കഷ്ണങ്ങളാക്കി ഉരുളിയിലോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ 300 ഗ്രാം നേന്ത്രക്കായും ഇതേപോലെ തന്നെ ചതുര കഷ്ണങ്ങളായി മുറിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ കടല വേവിച്ചെടുക്കാം. കടല വേവിക്കുന്നതിന് മുന്നേ തന്നെ ഒരു 6-7 മണിക്കൂറോളം കടല കുതിർത്ത് വെക്കണം. ഞാനിത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ച കടലയാണ്. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് കടല എടുത്താണ് ഞാൻ കുതിർത്ത് വെച്ചത്. കൂടെ 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് മൂടി വെച്ച് 6-7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. കടലയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കടല അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയ ശേഷം ചേർക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് 7 മിനിറ്റോളം കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ തേങ്ങ അരപ്പ് റെഡിയാക്കാം. അതിനായി ഇവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഇത് നമുക്ക് മിക്സിയിൽ നന്നായി ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ടതില്ല. ഇനി ഇത് നമുക്ക് വെന്ത് വന്ന കഷ്ണങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കൂട്ടുകറിയിലേക്ക് ആവശ്യമായ തേങ്ങയും കുറച്ച് കാര്യങ്ങളും വറുത്തെടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടിയിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കടുക്, 3-4 വറ്റൽമുളക്, 1/4 കപ്പോളം തേങ്ങ ചിരകിയത്, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് തേങ്ങ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. തേങ്ങ ഇതേപോലെ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്കിത് തയ്യാറായി വരുന്ന കൂട്ടുകറിയിലേക്ക് ചേർക്കാം. ഇങ്ങനെ മുഴുവൻ തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മലബാർ സ്റ്റൈൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവ് വെച്ച് സദ്യയിൽ നമുക്ക് 10 മുതൽ 15ഓളം പേർക്ക് വരെ വിളമ്പാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾ കൂട്ടുകറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് മാത്രമല്ല വേറെയും കുറച്ച് സദ്യ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇതിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും റെസിപ്പീസൊക്കെ ഒന്ന് കണ്ടു നോക്കി ഓണത്തിന് ഉണ്ടാക്കാനും ശ്രമിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആശംസിക്കുന്നു. ഇനി മറ്റൊരു സദ്യ വിഭവവുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.